ഏറ്റുമാനൂരിൽ വ്യാപാര സ്ഥാപനങ്ങളിലുണ്ടായ തീപിടുത്തത്തിൽ വലിയ നാശനഷ്ടം. പേരൂർ കവലയിലെ 4 കടകളിലാണ് ഇന്ന് പുലർച്ചെ 1:30 വൻ തീപിടുത്തമുണ്ടായത്. അഗ്നിശമന സേനയുടെ 3 യൂണിറ്റ് എത്തിയാണ് തീ അണച്ചത്. ഏറ്റുമാനൂർ ആറാട്ട് മണ്ഡപത്തിനോട് ചേർന്നുള്ള സൽക്കാര ഹോട്ടൽ, ഫാമിലി ബ്യൂട്ടി പാർലർ, കൊച്ചുപുരയ്ക്കൽ സ്റ്റേഷനറി സ്റ്റോഴ്സ്, പുകയില വ്യാപാര കേന്ദ്രം എന്നിവിടങ്ങളിലാണ് തീപിടുത്തമുണ്ടായത്. ഫാമിലി ബ്യൂട്ടി പാർലറിൽ നിന്നുമാണ് തീ പടർന്നതെന്നാണ് പ്രാഥമിക നിഗമനം. തീ പടരുന്നത് കണ്ട മത്സ്യ മാർക്കറ്റിലെ തൊഴിലാളികളാണ് ആദ്യം രക്ഷാപ്രവർത്തനം നടത്തിയത്. തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന്റെ ഭാഗമായി സ്ഥലത്തുണ്ടായിരുന്ന പ്രവർത്തകരും തീ അണയ്ക്കാൻ ശ്രമിച്ചു. വിവരം അറിയിച്ചതോടെ ഫയർഫോഴ്സും ഏറ്റുമാനൂർ പോലീസും സ്ഥലത്തെത്തി രക്ഷാപ്രവർത്തനം നടത്തി. മന്ത്രി VN വാസവൻ, തൊഴിലാളി ക്ഷേമനിധി ബോർഡ് ചെയർമാൻ ES ബിജു, ഏറ്റുമാനൂർ നഗരസഭാ ചെയർപേഴ്സൺ ടോമി പുളിമാൻ തുണ്ടം, കൗൺസിലർ അഡ്വക്കേറ്റ് V ജയപ്രകാശ് എന്നിവർ അഗ്നിക്കിരയായ കടകൾ സന്ദർശിച്ചു. എന്തുകൊണ്ടാണ് സംഭവിച്ചതെന്നുള്ളത് പരിശോധിക്കുക എന്നുള്ളതാണ്. അതിന് 2-3 കൂട്ടർ നോക്കും. ഒന്ന് പോലീസ് നോക്കും, 2 ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറേറ്റ് അത് പരിശോധിക്കും. പിന്നെ ഫയർഫോഴ്സിൻ്റെ ഫൈൻഡിങ്സ് അവർ റിപ്പോർട്ട് എഴുതും. അപ്പോൾ ഫയർഫോഴ്സിനെ ഞാൻ വിളിച്ച് സംസാരിച്ച് അവർ വന്ന് അതിൻ്റെ അവസരമൊക്കെ എഴുതി ഇവർക്ക് ഡിസാസ്റ്റർ മാനുവലിന് കൊടുക്കാനായിട്ടുള്ള റിപ്പോർട്ട് തരാമെന്ന് പറയും. പോലീസ് ഇപ്പോൾ വന്ന് പരിശോധിച്ചതിൻ്റെ അവസരം എഴുതി ബാക്കി റിപ്പോർട്ട് തയ്യാറാക്കും. ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറേറ്റ് ഏതെങ്കിലും ഷോർട്ട് സർക്യൂട്ടാണോ മറ്റേതെങ്കിലും വിധത്തിൽ ഇലക്ട്രിക്കൽ വിഭാഗത്തിൽ നിന്ന് വീഴ്ചയുണ്ടോ എന്നുള്ള കാര്യം പരിശോധിക്കും. അങ്ങനെ 3-4 കൂട്ടരുടെ പരിശോധന നടത്തിക്കൊണ്ട് നമുക്ക് എന്തുകൊണ്ടാണ് സംഭവിച്ചതെന്ന് കണ്ടുപിടിക്കാം. എല്ലാ ബന്ധപ്പെട്ട കൂട്ടരെ ഇപ്പോൾ വിളിച്ചിട്ടുണ്ട്. അവരൊന്ന് പരിശോധിക്കട്ടെ. പരിശോധിച്ച് കഴിഞ്ഞിട്ട് കൃത്യമായി കാര്യങ്ങൾ പറയാം. വ്യാപാര ക്ഷേമനിധിയിൽ നിന്ന് ഇവർ ഏത് ക്ലാസ്സിലുള്ള മെമ്പർഷിപ്പാണ് എടുത്തിരിക്കുന്നതെന്ന് പരിശോധിച്ചിട്ടാണ് അതിൻ്റെ നഷ്ടപരിഹാരം കൊടുക്കുക. A ക്ലാസ് മെമ്പർ ആണെങ്കിൽ 1.25 ലക്ഷം രൂപ വരെ നഷ്ടപരിഹാരം കൊടുക്കാനുള്ള അർഹതയുണ്ടാവും. അത് പോലീസിൻ്റെയും ഫയർഫോഴ്സിൻ്റെയും വില്ലേജിൻ്റെയും റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിലാണ് ക്ഷേമനിധി ബോർഡിൽ നിന്ന് അത്തരത്തിലുള്ള ആനുകൂല്യം വിതരണം ചെയ്യുക. അത് പരിശോധിച്ചതിന് ശേഷം ബാക്കി കാര്യങ്ങൾ ചെയ്യുന്നതായിരിക്കും. ആവശ്യമായിട്ടുള്ള എല്ലാ സഹായങ്ങളും ക്ഷേമനിധി ബോർഡിൻ്റെ ഭാഗത്തുനിന്ന് ഈ 4 സ്ഥാപന ഉടമകൾക്കും ആവശ്യമായിട്ടുള്ള സഹായങ്ങൾ ചെയ്തു കൊടുക്കാനുള്ള പരിശ്രമം നടത്തും. i4 ന്യൂസ്, ഏറ്റുമാനൂർ.